നമസ്തേ. ഇറസിസ്റ്റിബിൾ അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തിത്വം മറ്റുള്ളവരിൽ ഒരു ഇമ്പാക്റ്റ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി മറ്റുള്ളവരെ ശക്തമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അപ്പിയറൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭൗതികമായിട്ടുള്ള പെരുമാറ്റം, അതിനപ്പുറത്തേക്ക് ഒരു സ്പിരിച്വൽ ലെവലിൽ, ഒരു എനർജിയുടെ ലെവലിൽ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ ആത്മീയമായിട്ടുള്ള ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിനെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട്, മനഃശാസ്ത്രപരമായിട്ടുള്ള ചില കാര്യങ്ങളെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായിട്ട് തെളിയിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് യാതൊരു അവകാശവാദങ്ങളുമില്ല. നിങ്ങളുടേതായിട്ടുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് വിധേയമാക്കുക എന്നുള്ളതാണ്. ബട്ട് എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്, കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായിട്ട് തെളിയിക്കുക, അതിന് കാത്തിരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ചെയിൻ ഓഫ് എക്സ്പീരിയൻസസ് ആണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിനെ ഫോം ചെയ്യുന്നത്. ആ എക്സ്പീരിയൻസസിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള അറിവുകൾ, അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ചെയിൻ ഓഫ് എക്സ്പീരിയൻസസ് ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ എക്സ്പീരിയൻസസിലൂടെയൊക്കെ, ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് നമ്മുടെ ആത്മാവിൻ്റെ വളർച്ച, സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് സാധ്യമാകുന്നത്. അങ്ങനെ നമ്മൾ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ചില ആളുകൾ നിങ്ങളെ കാണുന്ന സമയത്ത് തന്നെ അവരിൽ ഒരു സബ് കോൺഷ്യസ് റിയാക്ഷൻ വരികയാണ്. ചിലപ്പോൾ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് കാമായിട്ടുള്ളൊരവസ്ഥ കൊടുക്കും. ചിലപ്പോൾ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അവർക്കൊരു റിജക്ഷൻ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ റിജക്ഷൻ ഫീൽ ചെയ്യുന്നത്? നിങ്ങളെ കാണുന്ന സമയത്ത് തന്നെ ഒരു നെഗറ്റിവിറ്റി മാറിപ്പോകുന്നത്, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തിൻ്റെ അവസ്ഥ കൊണ്ടാണോ? ഒരിക്കലുമല്ല. ദേ ആർ മിററിങ് ദെയർ ഓൺ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്, അല്ലെങ്കിൽ ദെയർ ഓൺ എനർജി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അവരുടെ അബോധതലങ്ങളിലൂടെ അവരുടെ തന്നെ എനർജിയെ മിറർ ചെയ്യുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ കാരണമാണ് അവർ അവിടെ നിന്ന് മാറിപ്പോകുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർ ആ ഒരു രീതിയിൽ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. ചില ആളുകൾ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിവേഗം അസ്വസ്ഥരാകും. നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും അവർക്ക് ഒരു തരത്തിലുള്ള ടെൻഷൻ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ തോന്നുകയാണ്. ഇത് നിങ്ങളുടെ ഓറ അവരുടെ അൺകോൺഷ്യസ്നെസ്സിനെ മിറർ ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതൊരിക്കലും നിങ്ങളുടെ കുറവ് കൊണ്ടല്ല. നിങ്ങൾക്കെതിരെ ഒരു കാരണവുമില്ലാതെ നെഗറ്റിവിറ്റി കാണിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രശ്നം കൊണ്ടേയല്ല. ആളുകൾ നിങ്ങളോട് അസാധാരണമായിട്ട് റിയാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ എനർജി അവരുടെ സപ്രസ്ഡ് ആയിട്ട് കിടക്കുന്ന ഇമോഷൻസിനെ സർഫേസിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് മിണ്ടാതെ പോവുകയാണ്. സാധാരണഗതിയിൽ സ്പിരിച്വലി ഗ്രോ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ കാം ആവുകയാണ് ചെയ്യുന്നത്. ബട്ട് ചില ആളുകൾക്ക് അതൊരു പേടിയായിരിക്കും, ഫിയർ ആയിരിക്കും എന്നുള്ളതാണ്. ചിലർക്ക് അതൊരു ഭയം പോലെ തോന്നുകയാണ്. ഞാൻ ഓർക്കുകയാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ, ഞാൻ മുൻപ് സ്വാമിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സഹോദരനെക്കുറിച്ച്, സ്വാമി കാപ്പൻ എന്നുള്ള അദ്ദേഹത്തിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ആളുകൾ വീണ്ടും സംസാരിക്കാനായിട്ട് എന്നോട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരവും അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. എന്തുതന്നെയാണെങ്കിലും അദ്ദേഹത്തിനെക്കുറിച്ച് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം ഒരിക്കലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് എത്തുകയും അദ്ദേഹത്തിനെ കണ്ട മാത്രയിൽ അയാൾ ഒരുപാട് റിയാക്ഷൻസ് ഓവറായിട്ട് ചെയ്യുകയും, അങ്ങനെ അയാൾ ഒരു പൈശാചിക ശക്തി ബാധിച്ചതുപോലെ അവിടെ നിന്ന് പ്രവർത്തിക്കുകയും, അങ്ങനെ അയാൾ ഈ സ്വാമിയുടെ മുന്നിലേക്ക് വീഴുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജി ഒരുപക്ഷെ ഈ വ്യക്തിയിൽ ഉണ്ടാക്കിയ ഒരു ഓവർ റിയാക്ഷൻ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് ചില ആളുകൾക്കുണ്ടാകുന്ന ഭയം അല്ലെങ്കിൽ ഓവർ റിയാക്ഷൻ്റെ ഒരു ഭാഗം തന്നെയായിരിക്കും അത് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ ആർക്കും ദോഷം ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഇറിറ്റേഷൻ തോന്നുകയാണ്. കാരണം നിങ്ങളുടെ വൈബ്രേഷൻ അവരുടെ വൈബ്രേഷനെ ചലഞ്ച് ചെയ്യുകയാണ്. ചില ആളുകൾക്ക് നിങ്ങളെ കാണുന്ന മാത്രയിൽ തന്നെ റെസ്പെക്റ്റും അതോടൊപ്പം തന്നെ അതിനോട് മിക്സ് ആയിട്ടൊരു ഫിയറും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മലയാളത്തിൽ ഭയഭക്തി ബഹുമാനം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ ഓറയുടെ സ്ട്രെങ്തിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ്. പ്രശ്നമെന്ന് പറയുന്നത് അവർക്ക് അവരിൽ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള മാറ്റങ്ങളെ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെ. ഉയർന്ന എനർജി ഉള്ളവരെ പറ്റി ലോ വൈബ്രേഷൻ ഉള്ള ആളുകൾക്ക് പലപ്പോഴും ജലസി ഉണ്ടാകാറുണ്ട്. അസൂയ എന്ന് പറയുന്ന ആ ഒരു സംഗതി,
അതിൻ്റെ പേരിൽ അവർ റിയാക്ഷൻസ് നടത്താനുള്ള സാധ്യത വളരെ അധികമാണ്. ചിലപ്പം അവർക്ക് നിങ്ങളുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാകാൻ കാരണമാകുമെന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങൾ ചെയ്യുന്നതിൻ്റെ കുഴപ്പമല്ല, അത് നിങ്ങളുടെ പ്രസൻസ് തന്നെയാണ് അവരിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ട്രിഗർ ചെയ്യുന്നത്. പല സമയത്തും പരിചയമില്ലാത്ത ആളുകൾ പോലും നിങ്ങളുടെ അടുത്ത് വന്ന് സത്യങ്ങൾ പറയുന്നു, അവരുടെ രഹസ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെളിവാക്കുന്നു. കാരണം നിങ്ങളുടെ ഓറ സേഫ് ആയിട്ടുള്ളതുപോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ആളുകൾ അനാവശ്യമായിട്ട് അവരുടെ കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ രഹസ്യാത്മകമായിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങളോട് തുറന്നു പറയുന്നത്. ചില ആളുകൾ ഒരിക്കൽ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും കാണാനായിട്ട് ആഗ്രഹിക്കില്ല. എന്താണ് കാരണം? അവരുടെ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളെ പോലും നിങ്ങളുടെ ഓറ റിവീൽ ചെയ്തെടുക്കുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻഡ്യൂഷൻ അവരുടെ മനസ്സിലെ ഒളിഞ്ഞ സ്ഥലങ്ങളിൽ പോലും എത്തുന്നത് അവർക്ക് സബ് കോൺഷ്യസ് ലെവലിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പിന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താതെ പോകുന്നത്, നിങ്ങൾ പ്രത്യേകിച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും. കാരണം അവരുടെ ഹിഡൻ പാറ്റേൺസിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു തരത്തിലുള്ള നാണം തോന്നുകയാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുന്നിൽ ആദത്തിനും ഹവ്വയ്ക്കും നാണം തോന്നിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് കള്ളത്തരം ഉണ്ടായ സമയത്താണ്, അവർക്ക് സംതിങ് ദൈവത്തിൽ നിന്ന് ഹൈഡ് ചെയ്യാനായിട്ടുണ്ടായ സമയത്താണ്. ആൻഡ് സിമിലർലി ദൈവികമായിട്ടുള്ള ഊർജം നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന സമയത്ത് മറ്റ് ചില വ്യക്തികൾക്ക് തോന്നുന്നതും ഇതേ അനുഭവം തന്നെയാണ്. ആൻഡ് ദ എനർജി ഈസ് സെയിം. ഇറ്റ് ഈസ് നോട്ട് യു, ഇറ്റ് ഈസ് ഗോഡ്, ക്രിയേറ്റർ ഓർ ദ സോൾസ്. സോ നിങ്ങളുടെ ഹയർ സെൽഫ് കൂടുതൽ പവർഫുൾ ആകുന്നതിനനുസരിച്ച്, ഓർ നിങ്ങൾ നിങ്ങളുടെ ഹയർ സെൽഫിലേക്ക് ഉയരുന്നതിനനുസരിച്ച്, ഈ കള്ളത്തരമില്ലാത്ത മൃഗങ്ങളും അതുപോലെ തന്നെ കുട്ടികളും ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ദേ വിൽ ഫീൽ കംഫർട്ടബിൾ. നിങ്ങളുടെ മുന്നിൽ മൃഗങ്ങളും കുട്ടികളും ഇണങ്ങി നിൽക്കുകയും അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ചിലപ്പോൾ തോന്നാനുള്ള സാധ്യതയും വളരെ അധികമാണ്. ബിക്കോസ് ദെയർ എനർജി ഈസ് പ്യുവർ. അവരുടെ ഊർജ്ജം എന്ന് പറയുന്നത് ശുദ്ധമാണ്. ശുദ്ധമായിട്ടുള്ള ഊർജ്ജമുള്ള വ്യക്തികൾ എപ്പോഴും ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് അടുത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കും. അതവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അബോധ തലങ്ങളിൽ. ചില സമയത്ത് ചില മുറികളിലേക്ക് ചില വ്യക്തികൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ മുറിയുടെ തന്നെ എനർജി ഷിഫ്റ്റ് ആവുകയാണ്. ചിലപ്പോൾ ഒരു ചർച്ച നടക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാതിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് ഒരു രക്ഷകനെ വിചാരിച്ചിരിക്കുകയായിരിക്കും. ആൻഡ് യു ആർ എൻറ്ററിങ് ദെയർ. ആൻഡ് ആളുകൾക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുകയാണ്, ഒരു വെളിച്ചം ഉണ്ടാകുകയാണ്, ഒരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവുകയാണ്, ഒരു ലൈറ്റ് എൻ്റർ ചെയ്തപോലെ തോന്നുകയാണ്. സൂക്ഷിക്കുക, ഇത് അഹങ്കാരമല്ല, ഇത് ഈഗോ അല്ല, ഇത് ഹൈറ്റൻഡ് ആയിട്ടുള്ള അവയർനെസ് ആണ്, ഉന്നതമായിട്ടുള്ള അറിവാണ്, പവർഫുൾ ആയിട്ടുള്ള ഓറയാണ്, അതുപോലെ തന്നെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള പ്രസൻസ് കൂടിയാണ്. ഹയർ എനർജി സോൾസിന് പലപ്പോഴും ഒറ്റയ്ക്കിരിക്കാനായിട്ട് തോന്നും എന്നുള്ളതാണ്. ഉയർന്ന ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ള ആത്മാക്കൾ എന്തുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുന്നു? ബിക്കോസ് ദെയർ ഓറ എന്ന് പറയുന്നത് ഹയർ വർക്കുകളാണ് ചെയ്യുന്നത്, ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് നടത്തുന്നത്. ബിക്കോസ് മറ്റുള്ളവരുടെ ഊർജ്ജം പലപ്പോഴും അബ്സോർബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ചിലപ്പോൾ ഒഴുകി ഇറങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് ജീസസ് ക്രൈസ്റ്റ് അദ്ദേഹത്തിനെ പല ആളുകളും തിക്കും തിരക്കും ഉണ്ടാക്കി സ്പർശിക്കുന്ന സമയത്ത് ആരാണ് എൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചത് എന്നുള്ള ചോദ്യം ചോദിക്കുകയും മറ്റ് ശിഷ്യന്മാരൊക്കെ ആശ്ചര്യത്തോടെ മുഖാമുഖം നോക്കുന്നതും. കാരണം അദ്ദേഹത്തിനെ അത്ര ആളുകൾ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചൊരു വ്യക്തി എൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു എന്ന് പറയുമ്പം അവിടെ നിന്നുണ്ടായ എനർജി ഫ്ലോ അദ്ദേഹം കൃത്യമായിട്ട് തിരിച്ചറിയുകയാണ്. വളരെ വിശ്വാസത്തോടു കൂടി അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഊർജം പ്രവഹിച്ചത് അദ്ദേഹം അറിയുകയാണ്. ചില ആളുകൾ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജഡ്ജ്മെൻറ്റ് മോഡിലേക്ക് മാറും, അതായത് വിധികർത്താവായിട്ട് മാറും. നിങ്ങളെ ഉപദേശിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അതിനെയൊക്കെ വിലയിരുത്താനായിട്ടൊക്കെ ശ്രമിക്കും എന്നുള്ളതാണ്. നിങ്ങൾ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ്, നിങ്ങളല്ലാത്ത ജീവിതത്തിൽ എങ്ങനെയാണ്, പ്രൊഫഷണൽ ലൈഫിൽ എങ്ങനെയാണ്, ഇതിനെയൊക്കെ എപ്പോഴും ജഡ്ജ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്താണ് കാരണം? അവരുടെ ഉള്ളിൽ തന്നെ അവരെക്കുറിച്ചിട്ടുള്ള അൺസർട്ടനിറ്റിയാണ് ഇതിലേക്ക് വഴിവെക്കുന്നത്. ദേ ഡോണ്ട് ഹാവ് എ ക്ലിയർ അവെയർനെസ് അബൌട്ട് ദംസെൽവ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. അവർക്ക് അവരെക്കുറിച്ച് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു അവബോധമില്ല. ആൻഡ് അത് നമ്മളിലേക്ക് മിറർ ചെയ്യുന്ന സമയത്താണ് അവർക്ക് ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റൽ ബിഹേവിയർ ഉണ്ടാകുന്നത്. നിങ്ങളുടെ പ്രസൻസ് അവരുടെ ഉള്ളിലെ ഫാൾസ് ആയിട്ടുള്ള ഐഡന്റിറ്റീസിനെയൊക്കെ ഡിസോൾവ് ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങളെ കാണുന്ന സമയത്ത്, നിങ്ങളെ കേൾക്കുന്ന സമയത്ത്, നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ചില ആളുകൾ പെട്ടെന്ന് കരയുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് കാരണം? അവരുടെ തന്നെ റിപ്രസ്ഡ് ആയിട്ടുള്ള പെയിൻ അല്ലെങ്കിൽ വേദനകളിലേക്കും ദുഃഖങ്ങളിലേക്കും നിങ്ങളുടേതായിട്ടുള്ള എനർജി ഇറങ്ങി ചെല്ലുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ അങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന വേദനകളൊക്കെ സർഫേസ്
ഡീറ്റെയിൽസിലേക്ക് വരികയാണ്. നിങ്ങളൊന്നും പറയാതെ തന്നെ ആളുകൾ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന സമയത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു തെറ്റും ചെയ്യാനിട്ടോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അത് അനുഗ്രഹമാണ്, ബ്ലെസ്സിങ് ആണ് എന്നുള്ളതാണ്. ബിക്കോസ് യൂണിവേഴ്സ് റിമൂവ്സ് പീപ്പിൾ ഹു കാൺഡ് ഹാൻഡിൽ യുവർ ഹയർ എനർജി. നിങ്ങളുടേതായിട്ടുള്ള ഉയർന്ന ഊർജത്തിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത, അഫോർഡ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതിലൊന്നും നോക്കി സ്റ്റക്കാകേണ്ട ആവശ്യമില്ല, കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നിങ്ങളുടെ സൽക്കർമ്മവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ഹയർ എനർജിയിൽ വൈബ്രേറ്റ് ചെയ്യുകയും ആൻഡ് ഫൈനലി നിങ്ങൾ അൾട്ടിമേറ്റ് ലൈറ്റ് ബീയിങ് ആയിട്ട് മാറുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു സന്ദേശം സത്യത്തിൻ്റെ ആത്മാക്കളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. തുടരുവാൻ വേണ്ടി തന്നെ. നമസ്തേ.